സർക്കാർ ചെലവിൽ സലഫിസം പഠിപ്പിക്കാൻ അനുവദിക്കില്ല. അഫ്ദലുൽ ഉലമ പാഠപുസ്തകം പിൻവലിക്കുക. പാതിരാവിന്നിരുളിൽ ഖുശൂഇരുതിരും കണ്ണീർ തുള്ളികൾ, പകലിനുച്ചയിൽ തെരുവിൽ ഉയരും ധീരമുദ്രാവാക്യങ്ങൾ. പാതിരാവിന്നിരുളിൽ ഖുശൂഇരുതിരും കണ്ണീർ തുള്ളികൾ, പകലിനുച്ചയിൽ തെരുവിൽ ഉയരും ധീരമുദ്രാവാക്യങ്ങൾ. ചുറ്റുപാടിൻ വേദന പേറിയ തീഷ്ണ ചിന്താ കിരണങ്ങൾ ഒത്തുചേർന്നു മുഴക്കുകയാണീ ധാർമ്മിക സംഘഗാനങ്ങൾ. പാതിരാവിന്നിരുളിൽ ഖുശൂഇരുതിരും കണ്ണീർ തുള്ളികൾ, പകലിനുച്ചയിൽ തെരുവിൽ ഉയരും ധീരമുദ്രാവാക്യങ്ങൾ. നെറ്റികുത്തി സുജൂദിൽ വീഴും നേരമാത്മാനന്ദം, തെറ്റതേറ്റു പറഞ്ഞൊരു കരളിൽ വിരിയും വിനയവസന്തം. നെറ്റികുത്തി സുജൂദിൽ വീഴും നേരമാത്മാനന്ദം, തെറ്റതേറ്റു പറഞ്ഞൊരു കരളിൽ വിരിയും വിനയവസന്തം. സ്വർഗമെന്നൊരു ലക്ഷ്യം മാത്രം ഖൽബിനുള്ളിലെ മന്ത്രം, സ്വന്തമോടു വിരൽ ചൂണ്ടുന്ന പുണ്യമാത്മസമരം. പാതിരാവിന്നിരുളിൽ ഖുശൂഇലുതിരും കണ്ണീർ തുള്ളികൾ, പകലിനുച്ചയിൽ തെരുവിൽ ഉയരും ധീരമുദ്രാവാക്യങ്ങൾ. ഭൗതികതയുടെ വിപ്ലവ പ്രതിമകൾ വീണുടഞ്ഞൊരു തെരുവിൽ, ഭാരമേറിയ സിദ്ധാന്തങ്ങൾ ചിതലരിച്ചീ മണ്ണിൽ. ഭൗതികതയുടെ വിപ്ലവ പ്രതിമകൾ വീണുടഞ്ഞൊരു തെരുവിൽ, ഭാരമേറിയ സിദ്ധാന്തങ്ങൾ ചിതലരിച്ചീ മണ്ണിൽ. അലയുമാത്മസുഹൃത്തെ വരിക ഈ വിശുദ്ധ തുരുത്തിൽ, അറിവിനാത്മാവറിയും വിശ്വാസത്തിൻ സമരപഥത്തിൽ. പാതിരാവിന്നിരുളിൽ ഖുശൂഇരുതിരും കണ്ണീർ തുള്ളികൾ, പകലിനുച്ചയിൽ തെരുവിൽ ഉയരും ധീരമുദ്രാവാക്യങ്ങൾ. നന്മ പുലരും നാളുവരെ നാം നീളെ ധീരം പൊരുതും, നാഥനരുളിയ ജീവിത വഴിയിൽ വാഴ്വിൻ നേർത്തിരി തെളിയും. നന്മ പുലരും നാളുവരെ നാം നീളെ ധീരം പൊരുതും, നാഥനരുളിയ ജീവിത വഴിയിൽ വാഴ്വിൻ നേർത്തിരി തെളിയും. പാഴിരുട്ടുകൾ അസ്തമിച്ചൊരു സുപ്രഭാതം വിരിയും, നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളൊത്തുചേരും. പാതിരാവിന്നിരുളിൽ ഖുശൂഇരുതിരും കണ്ണീർ തുള്ളികൾ, പകലിനുച്ചയിൽ തെരുവിൽ ഉയരും ധീരമുദ്രാവാക്യങ്ങൾ. പാതിരാവിന്നിരുളിൽ ഖുശൂഇരുതിരും കണ്ണീർ തുള്ളികൾ, പകലിനുച്ചയിൽ തെരുവിൽ ഉയരും ധീരമുദ്രാവാക്യങ്ങൾ. ചുറ്റുപാടിൻ വേദന പേറിയ തീഷ്ണ ചിന്താ കിരണങ്ങൾ ഒത്തുചേർന്നു മുഴക്കുകയാണീ ധാർമ്മിക സംഘഗാനങ്ങൾ. പാതിരാവിന്നിരുളിൽ ഖുശൂഇരുതിരും കണ്ണീർ തുള്ളികൾ, പകലിനുച്ചയിൽ തെരുവിൽ ഉയരും ധീരമുദ്രാവാക്യങ്ങൾ. ആരെതിർക്കുവാൻ വരും ഈ കരങ്ങളെ, താഴ്ത്തുവാൻ കഴിയും ഈ പതാകയെ. ആരെതിർക്കുവാൻ വരും ഈ കരങ്ങളെ, താഴ്ത്തുവാൻ കഴിയും ഈ പതാകയെ. ഏതുവൻ തിരകളാൽ തടുത്തു നിർത്തുവാൻ കഴിയും തീക്കടൽ കടന്നു വന്ന ഈ യുവാക്കളെ. ആരെതിർക്കുവാൻ വരും ഈ കരങ്ങളെ, താഴ്ത്തുവാൻ കഴിയും ഈ പതാകയെ. ഏതുവൻ തിരകളാൽ തടുത്തു നിർത്തുവാൻ കഴിയും തീക്കടൽ കടന്നു വന്ന ഈ യുവാക്കളെ. സിന്ദാബാദ് സിന്ദാബാദ് എസ്എസ്എഫ് സിന്ദാബാദ്, സിന്ദാബാദ് സിന്ദാബാദ് എസ്എസ്എഫ് സിന്ദാബാദ്. ഏതുവൻ
ഏതുവന്മല തടുക്കും ഈ വിശുദ്ധ വീതിയെ, ഏതു വാളിനാൽ തകർക്കും നെഞ്ചിലെ ഈമാനിനെ. ഏതുവന്മല തടുക്കും ഈ വിശുദ്ധ വീതിയെ, ഏതു വാളിനാൽ തകർക്കും നെഞ്ചിലെ ഈമാനിനെ. ആർക്കു വന്ന് നേർക്കുവാൻ കഴിയും ഈ കരുത്തിനാൽ, പഠിച്ചുണർന്നുദിച്ചു വന്ന ധർമ്മസംഘമേ. ആരെതിർക്കുവാൻ വരും ഈ കരങ്ങളെ, ആർക്ക് താഴ്ത്തുവാൻ കഴിയും ഈ പതാകയെ. ഏതുവൻ തിരകളാൽ തടുത്തു നിർത്തുവാൻ കഴിയും ഈ കടൽ കടന്നു വന്ന ഈ യുവാക്കളെ. സിന്ദാബാദ് സിന്ദാബാദ് എസ്എസ്എഫ് സിന്ദാബാദ്, സിന്ദാബാദ് സിന്ദാബാദ് എസ്എസ്എഫ് സിന്ദാബാദ്. അന്ധതയുടെ പ്രളയമീതെ കപ്പലേറി വന്നു നാം, ആളിടുന്ന തീയിലും പുഞ്ചിരിച്ചു നിന്നു നാം. അന്ധതയുടെ പ്രളയമീതെ കപ്പലേറി വന്നു നാം, ആളിടുന്ന തീയിലും പുഞ്ചിരിച്ചു നിന്നു നാം. ആയിരങ്ങളാ തലച്ചു വന്ന നേരവും നിരായുധം ജ്വലിച്ചു ധീരവൈജയന്തി നാട്ടിനാം. ആരെതിർക്കുവാൻ വരും ഈ കരങ്ങളെ, ആർക്ക് താഴ്ത്തുവാൻ കഴിയും ഈ പതാകയെ. ഏതുവൻ തിരകളാൽ തടുത്തു നിർത്തുവാൻ കഴിയും ഈ കടൽ കടന്നു വന്ന ഈ യുവാക്കളെ. സിന്ദാബാദ് സിന്ദാബാദ് എസ്എസ്എഫ് സിന്ദാബാദ്, സിന്ദാബാദ് സിന്ദാബാദ് എസ്എസ്എഫ് സിന്ദാബാദ്. ധാർമ്മിക കൊടിയെടുത്തിറങ്ങിടൂ യുവാക്കളെ, നാട്ടിൽ വാഴും തിന്മയോട് പോർ വിളിക്കൂ സോദരെ. ധാർമ്മിക കൊടിയെടുത്തിറങ്ങിടൂ യുവാക്കളെ, നാട്ടിൽ വാഴും തിന്മയോട് പോർ വിളിക്കൂ സോദരെ. കീഴടങ്ങുവാനൊരിക്കലും ഒരുക്കമല്ല എന്ന് ഉച്ചരിച്ചുറച്ചു നീങ്ങു ധീര സഹജരെ. ആരെതിർക്കുവാൻ വരും ഈ കരങ്ങളെ, ആർക്ക് താഴ്ത്തുവാൻ കഴിയും ഈ പതാകയെ. ഏതുവൻ തിരകളാൽ തടുത്തു നിർത്തുവാൻ കഴിയും ഈ കടൽ കടന്നു വന്ന ഈ യുവാക്കളെ. സിന്ദാബാദ് സിന്ദാബാദ് എസ്എസ്എഫ് സിന്ദാബാദ്, സിന്ദാബാദ് സിന്ദാബാദ് എസ്എസ്എഫ് സിന്ദാബാദ്, സിന്ദാബാദ് സിന്ദാബാദ് എസ്എസ്എഫ് സിന്ദാബാദ്, സിന്ദാബാദ് സ്വത്തുമല്ല,
താന്തോന്നിത്തം ഇനിയും ചെയ്താൽ സലഫിസത്തെ നാടുകടത്തി കേരളനാടിന് മോചനമേകാൻ അരയും തലയും കെട്ടിമുറുക്കി തെരുവിലിറങ്ങും ജിന്ദാബാദ് ധാർമ്മിക വിപ്ലവം ജിന്ദാബാദ് യൂണിവേഴ്സിറ്റി മാർച്ച് ജിന്ദാബാദ് ഐഎസിന്റെ ആള് നൽകും ആശയമാണ് വഹാബിസം കരികിടതന്ത്രം പുറത്തെടുത്ത് പാഠ്യപദ്ധതി വിലക്കെടുത്ത് സലഫി ചിന്തകൾ പ്രചരിപ്പിച്ചാൽ കെട്ടിമുറുക്കി പ്രചരിപ്പിച്ചാൽ പറയും ഞങ്ങൾ അക്കളിയും നടപ്പില്ല യൂണിവേഴ്സിറ്റി മാർച്ച് സിന്ദാബാദ്. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ SSF 2004 ഇതുപോലെ ഒരു മാർച്ച് സംഘടിപ്പിച്ചു. കിതാബുൽ തൗഹീദ് എന്ന വിപുലമായ വിഷലിപ്തമായ അഫ്ദലുൽ ഉലമ പ്രിലിമിനറി പാഠപുസ്തകം നിരോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് 2004 SSF കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരുന്നത്. അന്നത്തെ വൈസ് ചാൻസലർ
ഇക്ബാൽ ഹുസൈൻ അദ്ദേഹം അനുഭാവപൂർവം സമരത്തെ വീക്ഷിക്കുകയും അതിന്റെ പേരിൽ ഒരു വിദഗ്ധ സമിതിയെ പാഠപുസ്തകം പരിശോധിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തുകയും അന്ന് കിതാബ് തൗഹീദ് എന്ന് പറയുന്ന സലഫി ആശയങ്ങൾ കുത്തിനിറക്കപ്പെട്ട പാഠപുസ്തകം സർവകലാശാല പാഠ്യപദ്ധതിയിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്തു. വീണ്ടും അതേ പാഠപുസ്തകം വളരെ പ്രതിലോമകരമായ ആശയങ്ങളുള്ള ഈ രാജ്യത്തെ ബഹുസ്വരതയെ തകർക്കുന്ന, ഈ രാജ്യത്തെ മതവിശ്വാസികളെ ഒന്നടങ്കം സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന ആ പാഠപുസ്തകത്തെ വീണ്ടും നമ്മുടെ സർവകലാശാല പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി. അതിനെതിരെയുള്ള പ്രതിഷേധ സമരങ്ങൾ SSF പ്രഖ്യാപിച്ച സന്ദർഭത്തിൽ തന്നെ ആ പാഠപുസ്തകം പിൻവലിച്ചു. SSFന്റെ സമരത്തിന്റെ പ്രാഥമികമായ വിജയമാണ് ആ പാഠപുസ്തകം പിൻവലിച്ചത് എന്നത് ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. അവസാനിക്കുന്നില്ല. കാലിക്കറ്റ് സർവകലാശാലയുടെ സലഫി അധീശത്വം വീണ്ടും സർവകലാശാലയ്ക്ക് കീഴിലുള്ള എല്ലാ പാഠപുസ്തകങ്ങളെയും, അഫ്ദലുൽ ഉലമയുടെ എല്ലാ അറബിക് പാഠപുസ്തകങ്ങളെയും പരിശോധനയ്ക്ക് വയ്ക്കുകയും അതിനകത്തുള്ള സലഫി ആശയങ്ങളെ പരിശോധിക്കുന്നതിന് വേണ്ടി വിദഗ്ധമായ ഒരു സമിതിയെ നിയോഗിക്കുകയും ചെയ്തുകൊണ്ട് സലഫി ആശയങ്ങളുള്ള മുഴുവൻ പാഠപുസ്തകങ്ങളും വിരോധിക്കുകയല്ലാതെ പിൻവലിക്കുകയല്ലാതെ ഈ സമരം അവസാനിക്കില്ല എന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. ഇവിടുത്തെ സമുദായ രാഷ്ട്രീയ ശക്തികളുടെ സ്വാധീനം ഉപയോഗിച്ചാണ് കേരളത്തിൽ എന്നും സലഫി ആശയം പ്രചരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇന്നും കാലിക്കറ്റ് സർവകലാശാലയുടെ വ്യത്യസ്തമായ ബോർഡുകളിലേക്ക്, ആ ബോർഡുകളുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് സലഫി ആശയങ്ങളുള്ള മൗലവിമാരെ തിരികെ കയറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് 2004 പിൻവലിക്കപ്പെട്ട പുസ്തകം വീണ്ടും അത് പാഠശാലയിലേക്ക് കടന്നു വന്നു. അതിനകത്ത് വളരെ ആസൂത്രിതമായ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് ന്യായമായും സംശയിക്കേണ്ടതുണ്ട്. ഈ വിഷയം ഉന്നയിക്കപ്പെട്ട സന്ദർഭത്തിൽ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ബഹുമാനപ്പെട്ട ബഷീർ സാർ, അദ്ദേഹം ആ പാഠപുസ്തകം പിൻവലിക്കാൻ അതിന് മുതിർന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആ പാഠപുസ്തകത്തിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന വിഷലിപ്തമായ ആശയങ്ങളാണ് എന്നത് തീർച്ചയാണ്. പക്ഷേ അദ്ദേഹത്തിന് പറയേണ്ടി വന്ന പത്രപ്രവർത്തകരോട് മറ്റൊരു വിഭാഗത്തിനെതിരെയുള്ള ആശയങ്ങളുണ്ട് എന്നതിന്റെ പേരിൽ ഒരു പാഠപുസ്തകം യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കാതിരിക്കുക അത് അനുവദിക്കപ്പെട്ടതല്ല, അനുവദനീയമാണ് എന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വന്നു. ഞങ്ങൾ ന്യായമായും സംശയിക്കുന്നു, കാലിക്കറ്റ് വൈസ് ചാൻസലർ ആർക്കു വേണ്ടിയാണ് ഈ പാഠപുസ്തകത്തെ പരിശോധനയ്ക്ക് വെക്കുക പോലും ചെയ്യാതെ പത്രപ്രവർത്തകരോട് അങ്ങനെ ഒരു പാഠപുസ്തകം പഠിപ്പിക്കുന്നതിന് തടസ്സമില്ല എന്ന് പറയാൻ കാരണം, ആ പാഠപുസ്തകം 2004 നിരോധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ആശയത്തെ ആഗോള